വെറും 3000 കിലോമീറ്റർ ഓടിപ്പിക്കുന്ന നമ്മുടെ ചെയിൻ കവറിന്റെ അവസ്ഥ ഇതായിരുന്നു കേട്ടാ. ചെയിൻ ചെറിയൊരു സൗണ്ട് ആയിട്ട് വേണ്ട, ഞാൻ ചെറിയ സ്പ്രോക്കറ്റിന്റെ കവർ നയിച്ചു നോക്കിയത്. നമ്മൾ ഇടയ്ക്കൊക്കെ ഈ ഒരു സാധനം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ചെയിൻ സ്പ്രോക്കറ്റ് നമുക്ക് മാറേണ്ട അവസ്ഥയ്ക്ക് എത്തട്ടാ. ഈ ഒരു കവർ ക്ലീൻ ചെയ്തപ്പോ തന്നെ ഇത്രത്തോളം ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിച്ചുട്ടാ. അതുപോലെ തന്നെ നമ്മുടെ ചെറിയ സ്പ്രോക്കറ്റിന്റെ ഏരിയയിൽ നമ്മൾ ചെയിനുകളൊക്കെ പക്കയെ ഡീസലിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡീസൽ തന്നെ വേണമെന്നില്ല കേട്ടോ, കെറോസിനോ അതുപോലെ നമുക്ക് ചെയിൻ ക്ലീനറോ യൂസ് ചെയ്യാട്ടോ. എല്ലാ വക ക്ലീനിങ്ങിന് ശേഷം നമ്മുടെ ചെയിൻ നല്ലോണം തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ അടിക്കാൻ പോകുന്നത് ഗിയർ ഓയിലാണ്. വണ്ടി മേടിച്ച കാലം തൊട്ട് എന്റെ വണ്ടിക്കകത്ത് ചെയിൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഗിയർ ഓയിലാണ് കേട്ടോ. ഈ ഗിയർ ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂട്ടറിനകത്തൊക്കെ ഗിയർ ബോക്സിനകത്ത് ഒഴിക്കുന്ന ഓയിലാണ്. 90 ആണ് കേട്ടോ അതിന്റെ ഗ്രേഡ് വരുന്നത്. ഈ ഗിയർ ഓയിലിനെ വെച്ച് നോക്കുന്ന ടൈമിൽ നമ്മുടെ ചെയിൻ ലൂബ് യൂസ് ചെയ്യുമ്പോൾ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഡ്രൈ ആയി പോരാണ്ട് പതിവ്, പ്രത്യേകിച്ച് നമ്മുടെ ഈ മഴ സമയത്ത്. ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട മറ്റൊരു സാധനം കൂടി നമ്മുടെ വണ്ടിക്കകത്ത് ഉണ്ട് കേട്ടോ. അത് ഈ കാണുന്ന ഗിയർ ലിവറിന്റെ 8mm എല്ലെങ്കിൽ ബോൾട്ട് ആണ് കേട്ടോ. അപ്പൊ ഇതും നമ്മൾ ഇടയ്ക്കൊക്കെ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഗിയർ ഒക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത് ആയിരിക്കും. അഴിച്ചപ്പോ ഇതായിരുന്നു അതിന്റെ കോലെന്ന് പറഞ്ഞത്. ഇപ്പൊ തന്നെ ഈ ഒരു ബോൾട്ട് നൈസായിട്ട് തേമാനൊക്കെ വന്നു തുടങ്ങിയിട്ടാ. അങ്ങനെ നമ്മൾ അതും പക്കയെ ഗ്രീസ് ചെയ്തതിനു ശേഷം നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തെ മറ്റൊരു കണ്ടന്റ് ആയിട്ട് വരുന്നവരെ ഓക്കെ ഗൈസ്, ബൈ.